RH Vision presents Our Lady of Fatima Foreign Church, ജസ്സോള, ന്യൂഡൽഹി. ഫാത്തിമ മാതാവിൻ്റെ രൂപത്തിൻ്റെ ആ കപ്പേളയുടെ മുമ്പിലുള്ള വിളഞ്ഞു കിടക്കുന്ന ഒരു മുന്തിരിക്കുലയാണ് കാണുന്നത്. അത് വേണ്ടത്ര മൂപ്പ് എത്തിയിട്ടില്ല. ഫാത്തിമ ദേവാലയത്തിൻ്റെ ഉള്ളിലുള്ള കുരിശ് രൂപം പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപത്തിൽ വന്നു നിൽക്കുന്നു. മാലാഖമാർ രണ്ട് വശങ്ങളിൽ ഇരിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രം അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. മനോഹരമായ ഒരു ഉള്ളുള്ള ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ഓരോ വ്യക്തിയുടെയും കടമ. ഇവിടെ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സക്രാരി സാധാരണ നമ്മൾ കാണാത്തതാണ്. അതിനു ചുറ്റുമുള്ള ആ ചുമപ്പ് കളറ് മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുകയാണ്. ഉദ്ധിതനായ യേശുവിൻ്റെ ഒരു ചിത്രമാണ് വലതുവശത്ത് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഫാത്തിമ മാതാവിൻ്റെ ഒരു രൂപമാണ്. എന്നും ജപമാല ചെല്ലണമെന്നുള്ള വലിയൊരു സന്ദേശം തരുന്നതാണ് ഈ രൂപം. പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഫ്രാൻസിസ്ക, ജസീന്ത, ലൂസി എന്നിവർക്കാണ്. 1917 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് മാതാവ് പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ട് എന്നും ജപമാല ചൊല്ലണമെന്ന് പറഞ്ഞത്. 3 കുട്ടികളായിരുന്നു, ഫ്രാൻസിസ്ക, ജസീന്ത, ലൂസി. അവർക്കാണ് മാതാവിൻ്റെ പ്രത്യക്ഷമുണ്ടായത് പോർട്ടുഗലിൽ. മാതാവ് ഇന്നും പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് മെഡ്ജുഗോറിയ. അവിടെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് വിസ്ക, മറിയാന, ഇവാങ്ക, മരിയ, 2 ആൺകുട്ടികൾ ഇവാൻ, യാക്കോബ് എന്നിവർക്കാണ്. ഫാത്തിമ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നവരെയാണ് നമ്മൾ കണ്ടത്. ഫാത്തിമ മാതാവിൻ്റെ ചിത്രമാണ്. തദവസരത്തിൽ സണ്ണി പുൽപ്പറമ്പിൽ ആണ് കാണുന്നത്.